പിന്നെ വരാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി റിവിഷൻ സെഷൻ ആയിരിക്കും ഇത്. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. നമ്മൾ ഏറ്റവും അടുത്ത് നടന്ന പരീക്ഷകൾ ജൂൺ 9 ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം നടന്നു. അതുപോലെ APO ഫീമെയിൽ APO എന്ന് പറഞ്ഞ എക്സാം മെയ് 27 നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം മെയ് 21 നടന്നിട്ടുണ്ടായിരുന്നു. ഈ 3 പരീക്ഷകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു വസ്തു 1920 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭശതമാനം അതേ വസ്തു 1280 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടശതമാനത്തിന് തുല്യമാണ്. 25% ലാഭം ലഭിക്കാൻ പ്രസ്തുത വസ്തു എത്ര വിലക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ഈ സാധനം 1920 രൂപക്കാണ് വിറ്റത്, അപ്പൊ ലാഭമായിരുന്നു. പിന്നെ 1280 രൂപക്ക് വിറ്റു, അപ്പൊ നഷ്ടമായിരുന്നു. പക്ഷെ ഈ രണ്ട് സിറ്റുവേഷനിലുള്ള ലാഭത്തിന്റെ ശതമാനവും നഷ്ടത്തിന്റെ ശതമാനവും തുല്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വാങ്ങിയ വില കോസ്റ്റ് പ്രൈസിൽ നിന്ന് തുല്യ അകലത്തിലാണ് ഈ രണ്ട് പ്രൈസും ഉള്ളത്. ഒന്ന് ഇത്ര ദൂരത്തിലാണെങ്കിൽ മറ്റേ പ്രൈസ് അവിടുന്ന് അതേ ദൂരം തന്നെ ആയിരിക്കും 1920. കാരണം രണ്ട് ലാഭശതമാനങ്ങൾ ഈക്വൽ ആണ്, ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും ശതമാനം. അപ്പൊ ഈ രണ്ട് വിലയിൽ നിന്നും നമുക്ക് നേരിട്ട് എന്ത് കണ്ടെത്താം? വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് നേരെ കിട്ടും. കാരണം ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് നമ്പേഴ്സിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആയിരിക്കും ആര്? വാങ്ങിയ വില CP. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? CP കോസ്റ്റ് പ്രൈസ് കാണാന് വാങ്ങിയ വില കാണാന് ഈ രണ്ട് നമ്പേഴ്സും കൂടെ അങ്ങ് കൂട്ടാം. 1920 പ്ലസ് 1280 ഹരിക്കണം 2. ഇവരുടെ മിഡ് പോയിന്റ് നടുവിലെ പോയിന്റ് ആണ് കിട്ടേണ്ടത്. അപ്പൊ രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ എത്രയായി? 3200/2. അപ്പൊ നമുക്ക് കിട്ടും 1600 ആയിരിക്കും എന്ത്? വാങ്ങിയ വില. ഈ ക്വസ്റ്റ്യന്റെ വാങ്ങിയ വില 1600 രൂപയാണ്. 1600 രൂപയാണ് നമുക്ക് വാങ്ങിയ വിലയായിട്ട് കിട്ടുന്നത്. ഇനി എന്താ ചോദ്യം നോക്കിക്കേ. 25% ലാഭം ലഭിക്കാൻ പ്രസ്തുത വസ്തു എത്ര വിലക്ക് വിൽക്കണം? അപ്പൊ ഈ 1600 രൂപയില് ഒരു 25% ലാഭം കൂടെ ഉണ്ട്. അപ്പൊ എപ്പോഴും വാങ്ങിയ വില നിങ്ങൾക്ക് അറിയാം 100%ലാണ് ഉണ്ടാവുക. അപ്പൊ ആ 100%-ല് ഒരു 25% ലാഭം കൂടെ കൂടിയാൽ ഇപ്പൊ എത്ര ശതമാനമായി? 100 + 25 125% ആയിരിക്കും നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഒരു നമ്പറിന്റെ 125% കണ്ടെത്തുന്നത് ഒരു വഴി, അല്ലെങ്കിൽ നേരെ ഇതിന്റെ 25 കാണാം. 25% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിന്റെ 4/1 ഭാഗം, പകുതി എടുത്ത 50%, വീണ്ടും പകുതി എടുത്ത 25%. ഒരു 400 രൂപയും കൂടെ കൂടും. അതാണ് ബേസിക്കലി ഇതിൽ നടക്കുന്നത്. ഇതിന്റെ 1/4 4/1 ഭാഗം കൂടും. 1600-ല് നമ്മൾ ഒരു 400 കൂട്ടാം, നമുക്ക് ഉത്തരമായി 25% ലാഭം കിട്ടണമെങ്കിൽ 2000 രൂപക്ക് വിൽക്കേണ്ടി വരും. 2000. ഇനി കറക്റ്റ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 125% കണ്ടാൽ മതി. അപ്പൊ 125/100 125% ഇൻറ്റു 1600. അപ്പൊ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് എന്തെന്നെ കിട്ടും? 2000 എന്ന് തന്നെ കിട്ടും. അപ്പൊ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ A ₹2000 എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമയം, ദൂരം, വേഗത എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. 80 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 9 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും. 80 സ്പീഡ് 9 മണിക്കൂർ എടുത്തു. രണ്ടാമത്തേത് പറഞ്ഞിട്ടുള്ളത് 60 km/h വേഗതയിൽ സഞ്ചരിക്കവേ അതേ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്നാണ്. ഒരു സൈഡില് 80 വേഗതയും 9 മണിക്കൂറും, അപ്പുറത്തെ സൈഡില് 60 വേഗതയും, സമയം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് ദൂരം, രണ്ട് സൈഡിലുള്ള ദൂരം സെയിം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതാം: വേഗത 80 ഇൻറ്റു സമയം 9. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വേഗത 60 ഇൻറ്റു ഇവിടെയുള്ള സമയം T2 ആണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം രണ്ട് സൈഡിലുള്ള ദൂരം സെയിം ആണ്. വേഗത ഇൻറ്റു സമയമാണ് എപ്പോഴും ദൂരം. അപ്പൊ ദൂരം അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഒക്കെ സെയിം ആണ്. അപ്പൊ 80 ഇൻറ്റു 9 60 ഇൻറ്റു ആ ഒരു സമയവും ഈക്വൽ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ടാമത് എടുത്ത സമയം കണ്ടുപിടിക്കാം. T2 = 80 ഇൻറ്റു 9. അവിടെ ഉണ്ടായിരുന്ന 60 താഴോട്ട് വരും, ഇപ്പൊ ഇവിടെ എത്തും. ഇതൊന്ന് വെട്ടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് 72/6 എന്ന് കിട്ടും. എത്ര മണിക്കൂറായി?
12 മണിക്കൂർ സമയമെടുക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഒരു സൈഡിൽ 80 വേഗത 9 മണിക്കൂർ, 80 × 9 ആണ് ദൂരം, 720 എന്ന് കണ്ടെത്താം. ആ 720നെ രണ്ടാമത്തെ വേഗതയായ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ സമയം കിട്ടും. അത് 12 മണിക്കൂറാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇപ്പൊ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി വരുന്ന ഒരു ടോപ്പിക്, ഒരു ഭാഗമാണ്. ഏതാണ്? എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ലാബ് അസിസ്റ്റന്റിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് OAL ചോദിച്ചിരുന്നു, അതിന് മുന്നേ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ടായിരുന്നു, അതിൽ ചോദിച്ചിരുന്നു. ഒക്കെ ഈ ഒരു മാസം ഗ്യാപ്പിൽ നടന്ന പരീക്ഷകളൊക്കെ എക്സ്പോണൻസിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാനിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് എക്സ്പോണൻസ്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ലഘൂകരിക്കുക, സിംപ്ലിഫൈ എന്നാണ്. 1/2 പവർ -2 പ്ലസ് 1/3 പവർ -2 പ്ലസ് 1/4 പവർ -2. അപ്പൊ ഈ നമ്പേഴ്സിന്റെ എല്ലാം മേലെയുള്ള പവർ നെഗറ്റീവ് നമ്പർ ആണ്. ഒരു കൃത്യംഗ സംഖ്യയില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പവർ വന്നാൽ, നെഗറ്റീവ് പവർ വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെയുള്ള താഴെയുള്ള നമ്പർ, അതായത് നമ്മുടെ ബേസ്, ആധാരം എന്ന് പറയുന്ന നമ്പർ, ബേസ് ഇവിടെ എത്ര? ബേസ് 1/2, ഇവിടെ ബേസ് 1/3, ഇവിടെ ബേസ് 1/4. ഒരു നെഗറ്റീവ് പവർ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ബേസ് അതിന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം എടുക്കാം. അതായത് അംശത്തിനെ ഛേദാക്കാം, ഛേദത്തിനെ അംശാക്കാം. അപ്പൊ 1/2 എന്നുള്ളത് എന്താവും? 1/2 എന്നുള്ളത് നേരെ തിരിച്ചാൽ 2/1 എന്നാവും. 2/1 ആക്കിയ ശേഷം പവറിനെ പോസിറ്റീവ് ആക്കാം. 1/2 പവർ -2 കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/2നെ തിരിച്ചിടുന്നു, 2/1 എന്നാക്കുന്നു, പവർ പോസിറ്റീവ് ആയി കൊടുക്കുന്നു. അപ്പൊ ഇനി പോസിറ്റീവ് ആയി 2 ആയി. അതേപോലെ അടുത്തതും 3/1 ഹോൾ സ്ക്വയർ എന്നാവും. അപ്പൊ അടുത്തത് നോക്കുമ്പോൾ 4/1 ഹോൾ സ്ക്വയർ എന്നാവും. എല്ലാത്തിന്റെയും റെസിപ്രോക്കൽസ് നേരെ റെസിപ്രോക്കൽ എടുത്ത ശേഷം പവർ പോസിറ്റീവ് ആക്കണം. അതാണ് നെഗറ്റീവ് എക്സ്പോണന്റ്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പവർ മേലെ വന്നാൽ ചെയ്യേണ്ട റൂൾ എന്താണ്? അംശം ഛേദമാക്കണം, ഛേദം അംശമാക്കണം, പവർ പോസിറ്റീവ് ആയിട്ട് കൊടുക്കാം. പോസിറ്റീവ് ആയിട്ട് പവർ വന്നാൽ പിന്നെ നമുക്ക് കാണാൻ വലിയ പണിയൊന്നുമില്ല. അപ്പൊ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്, 4ന്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. 4 + 9 + 16 29 ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. എക്സ്പോണൻസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾസ് എന്തായിരുന്നു? നെഗറ്റീവ് പവർ വന്നാൽ എന്താണോ ബേസ് അതിന്റെ വ്യുൽക്രമം എടുക്കുക, പവർ പോസിറ്റീവ് ആക്കുക. ഇങ്ങനെ എഴുതാറുണ്ട്. a പവർ -x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a ഹോൾ പവർ x എന്നാണ് പറയാറുള്ളത്. ഇതിങ്ങനെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ബേസിക്കലി എന്താണോ അവിടെ ഉള്ള നമ്പർ അതിനെ തിരിച്ചിടുക, പവർ പോസിറ്റീവ് ആക്കുക. റെഡി ആണല്ലോ ആ റൂള്? എക്സ്പോണൻസിൽ വന്ന ഒരു ചോദ്യം കൂടെ നോക്കാം. OAL വന്ന ചോദ്യമായിരുന്നു. അപ്പൊ ഇതില് 2/5 × 2/3 × 3/2 × 3/4 × 5². താഴെ അതുപോലെ 2/6 × 3/3 × 5/4 × 6 എന്നും വന്നിട്ടുണ്ട്. ഹോൾ പവർ -1 ഉണ്ട്. എല്ലാത്തിന്റെയും മേലെ ഒരു -1 ഉണ്ട്. അപ്പൊ അത് അവസാനം കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ ഒരുപോലെയുള്ള ബേസ് ഉള്ള പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മേലെ 2/5 2/3 ഉണ്ട്. 2/5നെ 2/3 കൊണ്ട് ഗുണിച്ചാൽ എന്താ റൂൾ? എന്താ അവിടെ? ഗുണിക്കാൻ പറഞ്ഞാൽ മേലെയുള്ള പവേഴ്സ് എന്താണോ മേലെയുള്ള പവർ അത് തമ്മിൽ കൂട്ടാം. ഒരേ ബേസ് ഉള്ള സംഖ്യകളാവുമ്പോൾ പവേഴ്സ് തമ്മിൽ കൂട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പൊ 2/5 × 2/3 ചെയ്ത് എത്രയായി? 2/8 ആയി. അതേപോലെ അടുത്ത് നോക്കാം. 3/2 × 3/4, 2ഉം 4ഉം കൂട്ടിയാൽ 6 ആയി. പിന്നെ 5ന് അങ്ങനെ ഗുണിക്കാൻ ആരുമില്ല, അപ്പൊ 5ന് അങ്ങനെ തന്നെ വെച്ചു. താഴെ 2/6, 3/3, 5/4, ഒരു 6 ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ മേലെ ഒരു ഹോൾ പവർ -1 ഉണ്ട്. അത് നമ്മൾ അവസാനം ചെയ്യുള്ളൂ. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം. ഗുണിക്കാൻ പറഞ്ഞാൽ പവർ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പവർ തമ്മിൽ കുറക്കും. 8 മേലെയും 6 താഴെയുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോ ബാക്കി എന്താവും? 8ൽ നിന്ന് 6 കുറക്കുക, 2². അടുത്തത് 3/6 മേലെ ഉണ്ട്, 3/3 എന്തുണ്ട്? താഴെയുണ്ട്. 6ൽ നിന്ന് 3 കുറച്ചാ 3 തന്നെ, 3/3. അടുത്തത് മേലെ 2, 5/2 ആണ്, താഴെ 5/4 ആണ്. അപ്പൊ 2ൽ നിന്ന് 4 കുറക്കണം, കാരണം മേലെയാണ് ചെറിയ നമ്പർ. 2ൽ നിന്ന് 4 കുറച്ച് എന്തായി? -2 എന്ന് വന്നു. -2. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. താഴെ ഒരു 6 ഓൾറെഡി ഉണ്ട്. അത് താഴെ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇനി 5/-2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/-2 എന്ന് പറഞ്ഞാല് 5നെ തിരിച്ചിട്ടിട്ട് പവർ പോസിറ്റീവ് ആക്കണം. 5 ഉള്ളത് എന്താവും?
5 1/5 ആവും, 1/5 സ്ക്വയർ എന്നാവും. ഇതൊന്നും കൂടെ മാറ്റി എഴുതി ഇതിന്റെ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെയാവും 4 × 27 പിന്നെ 5 സ്ക്വയർ താഴോട്ട് പോയി, ഇവിടെ 25 എന്നായി, ഇവിടെ 6 എന്നായി. 6 അവിടെ ഓൾറെഡി ഉള്ളതാണ്. ആ 5⁻2 തിരിച്ചു വരുമ്പോൾ 1/5 സ്ക്വയർ 25 എന്നായി. 25 എവിടെ നിന്നാണ് വന്നത്? ഇതാ ഇത് തിരിച്ചിട്ട് 1/5 സ്ക്വയർ 25. അപ്പൊ ഇങ്ങനെയായി ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ എന്ത് കിട്ടും നോക്കാം. 27 3 പോവും 9 തവണ, 6 3 പോവും 2 തവണ, 4 2 പോവും 2 തവണ. അപ്പൊ 2 × 9 18 ആയി. 18⁻25. മറന്നു പോവരുത്, മേലെ ഒരു -1 ഉണ്ടായിരുന്നു, ഇത് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ എഴുതാൻ വിട്ടതാണ്. അവിടെ ഉണ്ട് -1 എന്ന് പറഞ്ഞ അവിടെ തന്നെ ഉണ്ട്, അത് പോയിട്ടൊന്നുമില്ല എവിടേക്കും, അത് അവിടെ ലാസ്റ്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ റൂൾ എന്തായിരുന്നു? നെഗറ്റീവ് പവർ വന്നാൽ എന്താണോ ഉള്ളിലുള്ള നമ്പർ അതിനെ തിരിച്ചിടുക. ബേസ് അംശം ഛേദമാക്കുന്നു, ഛേദം അംശമാക്കുന്നു, പവർ പോസിറ്റീവായി കൊടുക്കാം. അപ്പൊ 18/25 എന്നുള്ളത് തിരിച്ചിടുമ്പോൾ എന്താവും? 25/18 പവർ 1 എന്നാവും. പവർ 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ. അപ്പൊ ഉത്തരം ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം വരാം. അപ്പൊ എക്സ്പോണൻസിന്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ നോക്കി. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ റൂളുകൾ: ഒന്ന്, ഗുണിക്കാൻ പറഞ്ഞാൽ പവർ തമ്മിൽ കൂട്ടണം, ഹരിക്കാൻ പറയുമ്പോൾ പവർ തമ്മിൽ കുറക്കണം, നെഗറ്റീവ് പവർ വന്നാൽ റെസിപ്രോക്കൽ എടുത്തിട്ട് പോസിറ്റീവ് പവർ കൊടുക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. വേറെ റൂൾ ഉള്ളത്, 0 പവർ വന്നാൽ ഏതെങ്കിലും ഒരു നമ്പറിന് മേലെ പവർ 0 വന്നാൽ ഉത്തരം 1 ആയിരിക്കും. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളുകളാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. എക്സ്പോണൻസിന്റെ 2-3 ചോദ്യങ്ങളാണ് നോക്കിയത്. വേറൊരു ചോദ്യം നോക്കാം. അപ്പൊ അടുത്തത് ഇങ്ങനെയായിരുന്നു ചോദ്യം. അരുൺ, വരുൺ, കിരൺ എന്നിവർ നടന്നാണ് പോകുന്നത്. അവർ ഓരോ ചുവടും യഥാക്രമം 55 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, 65 സെന്റിമീറ്റർ അവർ ഒരുമിച്ച് ചുവട് വെച്ചാൽ പൂർണ്ണ ചുവടുകളിലൂടെ ദൂരം മറികടക്കാൻ ഓരോരുത്തരും നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണ്? ഒരാളുടെ സ്റ്റെപ്പ് 55, വേറൊരാളുടേത് 60, വേറൊരാളുടേത് 65. അപ്പൊ അങ്ങനെ പോയിട്ട് ഇവരെല്ലാവരും കൂടെ കൂട്ടിമുട്ടുന്ന ഏറ്റവും ചെറിയ പോയിന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ അതില് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ 3 നമ്പേഴ്സും കൂടെ കോമൺ മൾട്ടിപ്പിൾസ് എടുത്ത് പോവുകയാണെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഖ്യകളുടെ ലസാഗു കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 3 നമ്പേഴ്സിന്റെ LCM ലസാഗു. അപ്പൊ ഒന്ന് കാണാം. LCM 55, 60, 65. അപ്പൊ ഇതിൽ 3ലും ഡിവൈഡ് ആവുന്ന ഒരു നമ്പർ 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 11 ആയി, ഇവിടെ 12 ആയി, ഇവിടെ 13 ആയി. പിന്നെ ഒന്നുമില്ല, കോമൺ ആയിട്ടൊന്നും എടുക്കാനില്ല. അപ്പൊ ലസാഗു എത്രയെന്ന് ചോദിച്ചാൽ 5 × 11 × 12 × 13 മൊത്തത്തിൽ ഗുണിക്കുമ്പോ 8580 എന്ന് കിട്ടും. 8580. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്രാപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യനിൽ തന്നതെല്ലാം യൂണിറ്റ് എന്തിലായിരുന്നു? CM, സെന്റിമീറ്ററിലായിരുന്നു. അപ്പൊ ഈ ഉത്തരവും CM-ലാണ് കിട്ടുക. അപ്പൊ നമ്മൾ വേഗം പോയി ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? നെഗറ്റീവ് അടിക്കും, കാരണം അത് മീറ്റർ ആണ്. നമുക്ക് 8580 എന്നുള്ളത് സെന്റിമീറ്ററിൽ കിട്ടിയ LCM ആണ്. അപ്പൊ അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ മീറ്ററിലേക്ക് മാറ്റാം. 85 80-നെ നമ്മൾ സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ എങ്ങനെ? 85 മീറ്ററും ഉണ്ടാവും. 85.80 എന്നാണ് വരിക മീറ്ററിൽ. അതായത് 85 മീറ്ററും 80 സെന്റിമീറ്ററും. 85 മീറ്റർ എന്ന് പറഞ്ഞാൽ 85 × 100 8500, പിന്നെ ഒരു 80 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഓപ്ഷൻ A ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പൊ 3 ആളുകൾ നടന്നു പോകുമ്പോൾ അവരുടെ ചുവടുകൾ പൂർണ്ണ രൂപത്തിൽ കൂട്ടിമുട്ടുന്ന ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലസാഗു LCM ആണ്. LCM കണ്ടെത്തി, LCM-നെ കൃത്യമായി യൂണിറ്റുകൾ കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 85 മീറ്റർ 80 സെന്റിമീറ്റർ എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, അടുത്തത് ഇനി 2D ജോമെട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് APO-യിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ പലരും എന്താണ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ജോമെട്രി കുറെ പഠിക്കാനുണ്ട്, കുറെ ഇക്വേഷൻ 2D 3D ഒക്കെ ഉണ്ട്, അപ്പൊ ഇത് അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടും. അപ്പൊ ഈ 10 മാർക്കിന്റെ പരീക്ഷയ്ക്ക് ആകുമ്പോൾ ഒരു 3 ചോദ്യം വന്നിട്ടുണ്ട്. ആ 3 മാർക്ക് പിന്നെ തൊടാൻ പറ്റില്ല. ഇക്വേഷൻ ഇല്ല നിങ്ങൾക്ക് 2D 3D ജോമെട്രി ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 10 മാർക്കിന്റെ പരീക്ഷയിൽ തന്നെ അതിൽ 3 ചോദ്യങ്ങൾ ജോമെട്രി ബേസ് ചെയ്തിട്ടായിരുന്നു, 2Dയുടെ ജോമെട്രി ആയിരുന്നു. ആ 3 ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കാം. കൂടുതലും സർക്കിളിന്റെ ചോദ്യങ്ങളായിരുന്നു ഈ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. അതിൽ ആദ്യം വന്നൊരു ചോദ്യം ഇതായിരുന്നു: ഒരു വൃത്തത്തിന്റെ വൃത്തപരിധിയും, വൃത്തപരിധി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ വേറൊരു വേർഡ് ചുറ്റളവ്, പരപ്പളവ് ഏരിയ ആണ്, വേറൊരു വേർഡ് വിസ്തീർണം, ഇവ തുല്യമായാൽ അതിന്റെ വ്യാസം എത്ര? അപ്പൊ ഒരു സർക്കിള്
വൃത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ വൃത്തപരിധി എന്ന് പറയുന്ന സാധനം. ആകെ ആരം മാത്രമേ ഇതിലൊരു അളവായിട്ട് തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്ന് ചുറ്റളവ്. ചുറ്റളവ് എത്രയാ? 2πr². 2πr ചുറ്റളവ് 2πr. പിന്നുള്ളത് എന്താണ്? പിന്നുള്ളത് ഏരിയ ആണ്. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr² ആണ്. πr² ആണ്. ചുറ്റളവ് 2πr ഏരിയ πr² ആണ്. ഇവിടെ വേറെ എന്താ തന്നിട്ടുള്ളത്? ഇത് രണ്ടും തുല്യമാണ്. πr² 2πr തുല്യമാണെങ്കിൽ അവിടെ വ്യാസം എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ല, എന്താണ്? ഡയമീറ്റർ ആണ് ചോദിച്ചത്. റേഡിയസ് ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. അപ്പൊ ആരം കണ്ടെത്തിയെങ്കിൽ വ്യാസം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കാം. 2πr = πr². ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് രണ്ടും തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ ഉണ്ടായിരുന്ന പൈയും ഇവിടെ ഉണ്ടായിരുന്ന പൈയും വെട്ടി. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആറും ഇവിടെ ഉണ്ടായിരുന്ന r² ഒരു ആറും വെട്ടി. r² 2 ആറ് ഉണ്ടാവും. 6 × 6 ആണ് r². അപ്പുറത്ത് ഒരു ആറുണ്ട്, അതും വെട്ടി. പിന്നെ ലാസ്റ്റ് ബാക്കിയായത് r = 2. പിന്നെ ഇവിടെ സെന്റിമീറ്റർ, മീറ്റർ അങ്ങനെ യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ 2 യൂണിറ്റ് ആണ് ആരം എന്ന് പറയാം. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 2 യൂണിറ്റ് ആണ് ഇവിടെയുള്ള ആരം. ഇനി എന്താ ചോദിച്ചത്? വ്യാസം എത്ര എന്നാണ് ചോദിച്ചത്. ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. വ്യാസം d വ്യാസം = 2r. അപ്പൊ 2 × 2 × 2 4 യൂണിറ്റ് ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അപ്പൊ ഒരു സർക്കിളുമായി ബന്ധപ്പെട്ടിട്ട് 2D നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. ഒന്ന് ഏരിയ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ πr², മറ്റൊന്ന് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr. അപ്പൊ അത് രണ്ടും തുല്യമാണെന്നാണ് ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അത് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ആരം കണ്ടെത്തി. ആരം യൂസ് ചെയ്തിട്ട് എന്തും കണ്ടെത്തി? വ്യാസവും എടുത്തു. വ്യാസം 4 യൂണിറ്റ് ആണ് എന്ന് കിട്ടും. അപ്പൊ അതേ ക്വസ്റ്റ്യൻ പേപ്പർ, ആ AP-യുടെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെയും 2 സർക്കിളിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പൊ സർക്കിളിൽ നിന്ന് ഇനി എന്ത് ചോദ്യം വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തും. അടുത്തത് 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എന്ത്? അപ്പൊ 16 സെന്റിമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 സൈഡും കൂടെ കൂട്ടിയ 16 ഉള്ള ഒരു സമചതുരം ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അപ്പൊ ഒരു സ്ക്വയർ വരച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ എന്ത് വെച്ചിട്ടുണ്ട്? സ്ക്വയറിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന രീതിയിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വൃത്തം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ക്വയറിനെ കുറിച്ചും ചെറിയൊരു ഐഡിയ വേണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങളൊരു സർക്കിൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ, ഒരു ബേസിക് ചിത്രം സിമ്പിൾ ആയിട്ട് വരച്ച് നോക്കിയാൽ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ ചിത്രം ആ ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ കൃത്യമായി ചേർന്ന് നിൽക്കുന്ന ഒരു വൃത്തമാണ്. സമചതുരത്തിന്റെ ഉള്ളിൽ കൃത്യമായി ചേർന്ന് നിൽക്കുന്ന ഒരു വൃത്തമാണ്. അപ്പൊ ഈ സമചതുരത്തിന്റെ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താ? സമചതുരം 4 വശവും തുല്യമാണ്. അപ്പൊ ചുറ്റളവ് 4a, 4 സൈഡും കൂടെ കൂട്ടിയാലാണ് 16. 4a 16 ആണ്. അപ്പൊ ഒരു സൈഡ് 16/4 4 തന്നെ ആയിരിക്കും. അതായത് ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. അപ്പൊ ഇനി നമുക്ക് ഈ വൃത്തത്തിന്റെ, ഈ സർക്കിളിന്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് അത് ഓരോ സൈഡും 4 ആണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ദൂരം 4 ആയിരിക്കും. ആ മൊത്തത്തിലുള്ള ദൂരം എന്താണ്? ഡയമീറ്റർ ആണ്. ഏറ്റവും അതിന്റെ ഉള്ളിൽ മാക്സിമം വരക്കാവുന്ന വടിയുടെ നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം 4 എന്ന് കിട്ടി. വ്യാസം 4 ആണെങ്കിൽ ആരം, റേഡിയസ് അതിന്റെ പകുതി 2 സെന്റിമീറ്റർ. അപ്പൊ ആ ഉള്ളിലുള്ള സർക്കിളിന്റെ ഉള്ളിലുള്ള വൃത്തത്തിന്റെ ആരം 2 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആ ഒരു വൃത്തത്തിന്റെ പരപ്പളവ് വേണം. ആ ഒരു വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരത്തിയുള്ള അളവ്. പരത്തിയുള്ള അളവ് എന്താണ്? വിസ്തീർണം, ഏരിയയാണ്. ചുറ്റും വേലി കെട്ടാണെങ്കിൽ ചുറ്റളവും, പരത്തി അളക്കുകയാണെങ്കിൽ വിസ്തീർണം ഏരിയയുമാണ്. ഏരിയയുടെ ഇക്വേഷൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഏരിയയുടെ ഇക്വേഷൻ? πr². അപ്പൊ r 2 ആണെന്ന് കിട്ടി. അപ്പൊ π × 2² 4π എന്നാണ് വരിക. 4π. അപ്പൊ നമുക്കറിയാം പൈയുടെ വില നമ്മൾ 22/7 ഇടാറുണ്ട്. ഇവിടെ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാം പോയിന്റിലുള്ള ദശാംശ സംഖ്യകളാണ് ഓപ്ഷനൊക്കെ ഉള്ളത്.
അപ്പൊ നമ്മൾ പൈയുടെ വില ഇടേണ്ടത് ദശാംശമാണ് ഓപ്ഷൻസ് എങ്കിൽ നമ്മൾ പൈയുടെ വില 3.14 ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. 22/7 ഇട്ടാൽ അത് ക്യാൻസൽ ആയി പോവില്ല, കാരണം ഓപ്ഷൻ ഒക്കെ ദശാംശമാണ്. അപ്പൊ എന്ത് ചെയ്യുക, 4 × 3.14 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12.56 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഓപ്ഷൻ സി 12.56 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ചോദ്യം ഒന്നും കൂടെ നോക്കുക. സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തം എന്ന് പറഞ്ഞാല് ആ സമചതുരത്തിന്റെ വശമായിരിക്കും ഈ വൃത്തത്തിന്റെ വ്യാസം. ആ സ്ക്വയറിന്റെ സൈഡ് എത്രയാണോ അതാണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ 4 എങ്കിൽ റേഡിയസ് 2 ആയിരിക്കും. അപ്പൊ πr² 6ന് 2 വില ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 12.56 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. കഴിഞ്ഞില്ല, അതേ ചോദ്യ പേപ്പറിൽ തന്നെ സർക്കിളിന്റെ ഒരു ചോദ്യം കൂടെ വന്നു. അതാണ് നമ്മൾ 2D 3D ഫുൾ ഒഴിവാക്കിയാൽ പെടാൻ പോകുന്ന ഒരു സംഭവം. ഇതാണ് കഴിഞ്ഞ LDCയിൽ നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റേജിൽ 3 or 4 ക്വസ്റ്റ്യൻസ് SCRT ബേസ് ചെയ്തിട്ട് 2Dയിൽ നിന്ന് വന്നു. അപ്പൊ ആകെ 10 മാർക്കുള്ള പരീക്ഷയിൽ 3 or 4 2D വന്നിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത ആൾക്കാർ പെടും, ഒരു സംശയമില്ല. കാരണം അവർക്ക് അത് പോയി, അത് തൊടാനേ പറ്റാത്ത അവസ്ഥയായില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്ന പരിപാടി അത്ര നല്ലതല്ല, പണി കിട്ടും ചിലപ്പോൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കില് മിനിറ്റ് 5 സെന്റിമീറ്റർ നീളമുണ്ട്. മിനിറ്റ് സൂചിയുടെ നീളം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എന്ത്? നമ്മുടെ മെന്റൽ എബിലിറ്റിയുടെ ക്ലോക്കും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലോക്ക് എപ്പോഴും എന്ത് ഷേപ്പിലാണ് ഉണ്ടാവുക? ക്ലോക്ക് എപ്പോഴും ഒരു സർക്കിളിന്റെ ഷേപ്പിൽ, വട്ടത്തിലാണ് ക്ലോക്ക് ഉണ്ടാവുക അല്ലേ? അപ്പൊ ആ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിയുടെ നീളം 5 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നമ്മൾ സെന്ററിൽ നിന്നാണ് മിനിറ്റ് സൂചി എങ്ങനെ ഉണ്ടാവുക? സെന്ററിൽ നിന്ന് ഈ നീളം എന്താണ്? അത് ആ സർക്കിളിന്റെ റേഡിയസ് ആണ്. 5 സെന്റിമീറ്റർ ആരമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞൊരു കാര്യം, 6:05 മുതൽ 6:40 വരെ പോയ ദൂരം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ആ സർക്കിൾ ഫുള്ളില്ല. ഈ 5 വെച്ച് നമുക്ക് വേണമെങ്കിൽ πr² അടിച്ചാൽ ഫുൾ ഏരിയ കിട്ടും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 6:05 മുതൽ 6:40 വരെ. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 60 മിനിറ്റ് ആണ്. ആ 60 മിനിറ്റിന്റെ എത്ര മിനിറ്റ് ഇവിടെ കവറായി? 6:05 മുതൽ 6:40 വരെ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആയി? 35 മിനിറ്റ് കവറായി. അപ്പൊ ഈ 35 മിനിറ്റ് കവർ ആകുമ്പോൾ ഏകദേശം ഞാനൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ 6:40 ഇവിടെ ഉണ്ടാവും, മറ്റേ 6:05 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഏകദേശം വെക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ്, ഇത്രയും ഭാഗം ഞാനിപ്പോ ഈ പച്ച പെയിന്റ് അടിച്ചിട്ടുള്ള ഭാഗത്തിന്റെ പരപ്പളവ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്, ആണല്ലോ. അപ്പൊ അതിനെന്താ പറയാ? അങ്ങനെ ഒരു സർക്കിളിന്റെ ഒരു കഷ്ണം മുറിച്ചുണ്ടായി, ആ കഷ്ണത്തിന്റെ പരപ്പളവ് എന്താന്ന് വെച്ചാൽ അതിന് നമ്മൾ പറയാ വൃത്താംശം എന്നാണ്. സെക്ടർ, ഏരിയ ഓഫ് എ സെക്ടർ, ആ ഒരു ഭാഗത്തിന്റെ ഏരിയ. അപ്പൊ ഒന്നെങ്കിൽ ആംഗിൾ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ മിനിറ്റിന്റെ കോൺസെപ്റ്റിൽ ഇത് ചെയ്യാൻ പറ്റും. അതായത് മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം πr² ആണ്, അതിൽ ആർക്കും സംശയമില്ല. πr² എന്ന് പറയുമ്പോൾ π × 5ന്റെ സ്ക്വയർ, ഇത് ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ 35 മിനിറ്റിൽ എത്ര ഡിഗ്രി സഞ്ചരിച്ചു, മൊത്തം ഒരു സർക്കിളിന്റെ വട്ടത്തിന്റെ ഉള്ളിലുള്ള ഡിഗ്രി 360 ഡിഗ്രിയാണ്. ഈ 35 മിനിറ്റിൽ എത്ര ഡിഗ്രി എന്ന് വെച്ചാല് 35 × 6 ഡിഗ്രി 210 ഡിഗ്രി. നമ്മൾ കറക്റ്റ് ഒരു സെക്ടറിന്റെ ഏരിയ ചോദിച്ചാൽ, വൃത്താംശം എന്നാണ് മലയാളം വേർഡ്, വൃത്താംശത്തിന്റെ ഏരിയ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് πr², അതവിടെ ഓൾറെഡി ഉണ്ട്, ഫുൾ ആണ്. അതിന്റെ നമ്മൾ എടുത്തു കൊണ്ടുപോയ കഷ്ണം എത്രയാണോ അത് ബേസ് ചെയ്തിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ മൊത്തം 360 ആണെങ്കിൽ 360 210 ഡിഗ്രിയാണ് ഇയാൾ കട്ട് ചെയ്ത് കൊണ്ടുപോയത്. 210 × 360 എന്ന് എഴുതാം. ഇനി അങ്ങനെ എഴുതണ്ട, നിങ്ങൾ ആ മിനിറ്റിന്റെ കോൺസെപ്റ്റിൽ ആലോചിക്കുകയാണ്. മൊത്തം വട്ടം 60 മിനിറ്റ് ആണ്, 35 മിനിറ്റ് തന്നു. അപ്പൊ 35/60 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, 35/60 എന്ന് എഴുതിയാലും 210/360 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഒരേ ഉത്തരേ കിട്ടുള്ളൂ, ഒരു സംശയമില്ല. കാരണം എത്രയാണോ സർക്കിളിന്റെ വൃത്തത്തിന്റെ കഷ്ണം കൊണ്ടുപോയത് അത്രയും ഏരിയ ഉണ്ടാവുള്ളൂ. മൊത്തം ഏരിയ πr² ആണ്, അതിൽ നിന്ന് നമ്മൾ എടുത്ത കഷ്ണത്തിന്റെ ആ ഒരു ഏരിയയാണ് ചോദിച്ചത്. അപ്പൊ ഇതും വെട്ടിപ്പോവും. 21 നമുക്ക് എത്ര പോകും? 3 തവണ പോകും, 7. 3 തവണ പോകും, താഴെ 12 വരും. ഇനി എന്തും കൂടെ കൊടുക്കണം? πr² π കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ പോയിന്റ് ദശാംശം ഉണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ ദശാംശം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 3.14 കൊടുത്താൽ ബുദ്ധിമുട്ടാവും, കാരണം ഓപ്ഷൻസ് ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല.
അപ്പൊ നമുക്ക് ഇവിടെ 22/7 കൊടുക്കുന്നതാണ് നല്ലത്. 22/7 ഇൻറ്റു 5ന്റെ സ്ക്വയർ 25, പിന്നെ ഒരു 7, പിന്നെ ഒരു 12. അപ്പൊ ഇത് വെട്ടിച്ചെറുതാക്കുമ്പോൾ 7ഉം 7ഉം ക്യാൻസലായി 1 ആയി. 22ൽ 11 തവണ, 12ൽ 6 തവണ. അപ്പൊ 11 ഇൻറ്റു 25, 25 തവണ 11 ഗുണിച്ചാൽ 275/6 എന്ന് ഉത്തരം കിട്ടും. ഇതായിരിക്കും ആ സെക്ടറിന്റെ ഏരിയ. 275/6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ ക്വസ്റ്റ്യനില് വൃത്താംശത്തിന്റെ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. വൃത്താംശം സെക്ടറിന്റെ ഏരിയ 275/6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇനി അതിനൊന്ന് മിക്സഡ് ആക്കണം, മിശ്ര ഭിന്നമാക്കി മാറ്റണം. 275ൽ എത്ര 6 പോകും നോക്കുക. 275/6 27ല് നമുക്ക് 4 തവണ 4 6 24, 35ല് 5 തവണ 30, ശിഷ്ടം 5. അപ്പൊ 45 ഉണ്ട്, ശിഷ്ടമായി 5 ഉണ്ട്, മേലെ 6 ഉണ്ട്. 45 5/6 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വൃത്തം ബേസ് ചെയ്ത് 3 ചോദ്യം, അതുകൊണ്ടാണ് ആ 3 ചോദ്യങ്ങളും എടുത്തത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഫാക്ടേഴ്സ് ഒന്നും കൂടെ പറയാം. വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ πr സ്ക്വയർ, പരപ്പളവ് വിസ്തീർണം എന്നൊക്കെ പറയും. വേറൊന്ന് ചുറ്റളവ് അല്ലെങ്കിൽ വൃത്തപരിധി എന്ന് പറയും, 2πr. പിന്നെ ഏരിയ ഓഫ് സെക്ടർ, ഒരു വൃത്താംശത്തിന്റെ ഏരിയ എത്രയെന്ന് വെച്ചാൽ എന്താണ് πr സ്ക്വയർ ഇൻറ്റു നമ്മൾ മുറിച്ചു കൊണ്ടുപോയ കഷ്ണം എക്സ് ആണ് ആംഗിൾ എന്ന് വിചാരിക്കുക, x/360. ആ ആംഗിൾ എക്സ് ആണ്. എത്ര ആംഗിൾ ആണോ കട്ട് ചെയ്തത് അതേ /360. ഈ 3 പോയിന്റും ബേസ് ചെയ്തിട്ടുള്ള 3 ചോദ്യങ്ങളായിരുന്നു ആ ഒരു 2D ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും വൃത്തത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യം. ഇനി നമുക്ക് മെന്റൽ എബിലിറ്റിയിലെ 1-2 ചോദ്യങ്ങൾ കൂടെ നോക്കാം. ആ ഒരു പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. ഒന്ന്, പ്രോഗ്രസിന്റെ കോഡ് OQQ SN PF HQ, വലിയ കുറെ കോഡുകൾ എഴുതിയിട്ടുണ്ട്. എങ്കിൽ കൈറ്റിന്റെ കോഡ് എന്ത്? അപ്പൊ കുറെ കോഡ് ഉണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ എത്ര ആൽഫബറ്റ് ഉണ്ട്? ഇവിടെ എണ്ണി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 3 3 8 ആൽഫബറ്റേ ആകുള്ളൂ. പക്ഷെ 8 ആൽഫബറ്റ് ഉള്ളതിന്റെ കോഡ് ഇവിടെ എണ്ണി നോക്കുമ്പോൾ 16 ആൽഫബറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഓരോ ആൽഫബറ്റിനും 2 എണ്ണം വെച്ച് കോഡ് കൊടുത്തിട്ടുണ്ട്. പി എന്നുള്ള ആൽഫബറ്റിന് പകരം അവിടെ 2 കോഡാണ് കൊടുത്തിട്ടുള്ളത്. എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ. പിക്ക് കൊടുത്ത കോഡ് OQ. അപ്പൊ പിയുടെ തൊട്ട് പിന്നിലുള്ള ആൽഫബറ്റ് ആണ് O. പിയുടെ തൊട്ട് പിന്നിലുള്ള ആൽഫബറ്റ് ആണ് മുന്നിൽ ഓയും പിന്നിൽ Q. അടുത്ത നോക്ക് ആറും അതേപോലെ, ഓം അതേപോലെ. അപ്പൊ എല്ലാ ആൽഫബറ്റിനും പകരം അതിന്റെ തൊട്ട് മുന്നിലും തൊട്ട് പിന്നിലുമുള്ള ആൽഫബറ്റുകളാണ് കോഡിങ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എസ് നോക്കിയേ, RT ഈ എല്ലാത്തിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതേ രീതിയിൽ നമ്മൾ കൈറ്റിനെ കോഡ് ചെയ്യേണ്ടി വരും. കൈറ്റിനെ കോഡ് ചെയ്യുമ്പോൾ കെയുടെ തൊട്ട് മുന്നിലും പിന്നിലും, കെയുടെ തൊട്ട് മുന്നിലുള്ള ആൽഫബറ്റ് J ആണ്, പിന്നിലുള്ളത് L ആണ്. ഐയുടെ തൊട്ട് മുന്നിൽ Hഉം പിന്നിൽ Jയും വരും, HJ. പിന്നെ ടിയുടെ മുന്നിൽ S ആണ്, പിന്നിൽ U ആണ്, SU. പിന്നെ DF എന്ന് വരും. ഈ രീതിയിൽ പോകുന്ന കോഡ് ഓപ്ഷനിൽ ഏതാ നോക്കുക. ഇങ്ങനെ പോകുന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാ ആൽഫബറ്റിനും 2 ആൽഫബറ്റ് വെച്ചാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുന്നിലുള്ള വേർഡും അതിന്റെ പിന്നിലുള്ള വേർഡും യൂസ് ചെയ്തിട്ടാണ് കോഡിങ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ശ്രേണി പൂർത്തിയാക്കുക. ആൽഫബറ്റുകൾ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ആൽഫബറ്റ് നോക്കുക, ബി ആണ്. രണ്ടാമത്തേത് D, F, H. എല്ലാം 2 എണ്ണം മുന്നോട്ട് പോവാണ്. ആദ്യത്തേതിൽ ആദ്യത്തേതും, രണ്ടാമത്തേതിൽ ആദ്യത്തെ ആൽഫബറ്റും, മൂന്നാമത്തേതിലെ ആദ്യത്തേതും. അങ്ങനെ കമ്പാരിസൺ ചെയ്യേണ്ടത് എപ്പോഴും. ഇങ്ങനെ കൂട്ടം വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റിന്റെ ഫസ്റ്റ്, അടുത്തതിലെ ഫസ്റ്റ്, അടുത്തതിലെ ഫസ്റ്റ്. അപ്പൊ 2 എണ്ണം മുന്നോട്ട് പോവാണ്. B, D, F, H. അടുത്തത് വരിക J ആയിരിക്കും. അപ്പൊ അതേപോലെ അടുത്ത് നോക്കുക, J ഉള്ളത് K ആയി, K ഉള്ളത് M ആയി, M ഉള്ളത് P ആയി. അപ്പൊ ഇവിടെ എത്ര എണ്ണം കൂടുന്നുണ്ട്? ഇവിടെ ആദ്യം കൂടിയത് ഒറ്റ ആൽഫബറ്റേ കൂടിയിട്ടുള്ളൂ. പിന്നെ 2 എണ്ണമായി, പിന്നെ 3 എണ്ണം കൂടി, പിന്നെ കൂടിയ 4 എണ്ണം ആയിരിക്കും. അടുത്തതിൽ 4 എണ്ണം കൂടും. അപ്പൊ ഏതാ വരിക? JT എന്ന് വരും. പിയിൽ 4 എണ്ണം കൂടിയാൽ പി എന്ന് പറഞ്ഞ ആൽഫബറ്റ് 4 എണ്ണം മുന്നോട്ട് പോയാൽ T ആവും. അപ്പൊ ഇതാണ് ഉത്തരം. ബാക്കി ചെയ്തില്ലെങ്കിലും മനസ്സിലാവും. FHJ, FH ആവുമ്പോ 2, HJ ആവുമ്പോ 2, JL ആവുമ്പോ 2N, JTN എന്ന് വരും.
അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ആൽഫബറ്റിന്റെ കൂട്ടം വരുമ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടു ഫസ്റ്റ് അങ്ങനെ കമ്പയർ ചെയ്താൽ ഇത് വേഗം കിട്ടുള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വരുന്നത്. അപ്പൊ ഈ ഏറ്റവും പുതിയ പരീക്ഷകളിൽ നിന്നുള്ള ഈ ഒരു ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ റിവിഷന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഏറ്റവും പുതിയ സോൾവിങ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു സെഷൻ ഇവിടെ എന്ത് ചെയ്യാണ്, എല്ലാവർക്കും ഇനി വരുന്ന പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.